ശരണാർത്ഥികൾക്കെല്ലാം ഒരേ ഒരു ലക്ഷ്യം പുണ്യ പൂങ്കാവനമായ ശബരിമലയാണ്. കാനന പാതകൾ തന്നെ രണ്ടുണ്ട്. രണ്ടും പരമ്പരാഗത പാതകൾ തന്നെ. ഒന്ന് എരുമേലി വഴി, മറ്റൊന്ന് കോട്ടയം കുമിളി റോഡിൽ വണ്ടിപ്പെരിയാറിൽ നിന്ന് തിരിഞ്ഞ പുല്ലുമേട് പാണ്ടിത്താവളം വഴി സന്നിധാനത്തെത്തുന്ന പാത. സ്വാമി ഭക്തർക്ക് പ്രകൃതി മനോഹാരിത നിറഞ്ഞ തീർത്ഥയാത്രയാണ് പുല്ലുമേട് കാനനപാത സമ്മാനിക്കുന്നത്. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന കാഴ്ചകളാണ് ചുറ്റും. മലനിരകളിൽ മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളെ കാണാം. വന്യമൃഗങ്ങൾ അടുത്തെവിടെയോ ഉണ്ടെന്ന പോലെ വഴിയിലുടനീളം ആനപ്പിണ്ടം. കാട്ടുപോത്തുകളും മറ്റും ചവിട്ടി മെതിച്ചതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ പോയതേയുള്ളൂ എന്ന് തോന്നിക്കും പോലെ കുളമ്പ് പതിഞ്ഞ ചെളിത്തടങ്ങൾ. നടപ്പാതയ്ക്കരികിൽ അവിടെവിടെയായി ചെറിയ തടയണകൾ കാണാം. വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനുള്ളതാണത്. അങ്ങനെ കാട്ടു സൗന്ദര്യം നിറഞ്ഞതാണ് ഈ തീർത്ഥാടന പാത. പുല്ലുമാത്രം മുളയ്ക്കുന്ന മൊട്ടക്കുന്നുകൾ, വൻ ഗർത്തങ്ങൾ നിറഞ്ഞ മലയിടുക്കുകൾ, ഭക്തരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന ഒട്ടേറെ കാഴ്ചകളുണ്ട് ഈ പാതയിൽ. പമ്പ മഹാപ്രളയത്തിൽ മുങ്ങിപ്പോയപ്പോൾ നിറപുത്തരിക്കുള്ള പൂജാ ചടങ്ങുകൾക്ക് തന്ത്രിയും ദേവസ്വം ഉദ്യോഗസ്ഥരും നടന്നെത്തിയതും ഇതുവഴിയാണ്. പൂർണ്ണമായും പെരിയാർ കടുവ സംഗീതത്തിലൂടെയുള്ള യാത്രയായതിനാൽ വനപാലകരുടെ നിയമങ്ങൾ പാലിച്ചേ ഇതുവഴി പോകുവാൻ പറ്റൂ. വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രത്തിലെത്താം. അവിടെ നിന്ന് നടന്നു വേണം സന്നിധാനത്തെത്താൻ. വണ്ടിപ്പെരിയാറിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ അഴുത ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ സീതക്കുളം മലനിരകളുടെ താഴ്വാരത്താണ് സത്രം. അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് മലകയറ്റം ആരംഭിക്കുക. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തേങ്ങ ഉടയ്ക്കേണ്ടവർക്ക് അവിടെ തേങ്ങയുടച്ച മലകയറ്റം തുടങ്ങാം. പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നു ചെന്നാൽ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ്. രണ്ടിടത്തും ടോക്കൺ പരിശോധിച്ച എണ്ണം തിട്ടപ്പെടുത്തും. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ മിഠായികൾ പോലും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. സത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ കുത്തനെ കയറ്റമാണ്. വേരുകളും കരിങ്കല്ലുകളും നിറഞ്ഞ കഠിനമായ പാത. എല്ലാവർക്കും പോലീസിൻ്റെ എമർജൻസി മൊബൈൽ നമ്പർ നൽകും. എന്താവശ്യമുണ്ടെങ്കിലും അധികൃതരെ ബന്ധപ്പെടാം. പിടിച്ചു കയറുന്നതിന് മരങ്ങളിലൂടെ വടം കെട്ടിയിട്ടുണ്ട്. മരയണ്ണാനെയും കരിങ്കുരങ്ങുകളെയും വഴികളിൽ കാണാം. രാവിലെ 7 മണിക്ക് ശേഷമേ തീർത്ഥാടകരെ പുല്ലുമേട് ഭാഗത്തേക്ക് പോകാൻ അനുവദിക്കൂ. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്ക് ആളുകളെ കടത്തിവിടില്ല. സത്രത്തിൽ നിന്ന് സന്നിധാനം വരെ 16 കിലോമീറ്ററാണ്. അതിൽ 6 കിലോമീറ്റർ നടന്നാൽ പുല്ലുമേടായി. അവിടെയാണ് ഉപ്പുപാറ ഫോറസ്റ്റ് ഓഫീസ്. കുത്തുകയറ്റവും ഇറക്കവുമാണ് പുൽമേട് വഴികൾ. ഇടയ്ക്ക് കാട്ടാനക്കൂട്ടങ്ങൾ, കാട്ടുപോത്തുകൾ, കീഴകൾ, മലയണ്ണാൻ എന്നിവയെയും കാണാം. വഴിയിൽ ഉയരമുള്ള പാറക്കെട്ടിൽ കയറി നിന്ന് നോക്കിയാൽ സന്നിധാനവും ആഴിയിൽ നിന്നുയരുന്ന പുകയും കാണാം. ഉപ്പുപാറ ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് 102 പേരുടെ മരണത്തിനിടയാക്കിയ പുല്ലുമേട് ദുരന്തം നടന്ന സ്ഥലം. 2011 ജനുവരി 15-ന് പുല്ലുമേടിൽ നിന്ന് മകരജ്യോതി കണ്ടിറങ്ങിയ അയ്യപ്പ ഭക്തരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞത്. മകരജ്യോതി യാതൊരു തടസ്സവുമില്ലാതെ നേരിട്ട് ദർശിക്കാവുന്ന സ്ഥലങ്ങളിലൊന്നാണ് പുല്ലുമേട്. പുല്ലുമേട് വഴി സന്നിധാനത്തേക്കുള്ള വഴിയിൽ കയറ്റത്തേക്കാൾ കൂടുതൽ ഇറക്കമാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തുള്ള എത്തുന്നതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ടെങ്കിലും കയറ്റം കുറവായതിനാലാണ് ഭക്തർ ഈ പാത തിരഞ്ഞെടുക്കുന്നത്. തിരമാല പോലെ കയറിയും ഇറങ്ങിയും കിടക്കുന്ന പർവ്വതനിരകൾ, പുല്ലും തൈത്തടിയില്ലാത്ത കുറ്റിച്ചെടികളും നിറഞ്ഞ പച്ചപ്പട്ട് വിരിച്ച പോലെയാണ് മലനിരകളുടെ കിടപ്പ്. മലമടക്കുകളിൽ നിബിഡ വനങ്ങളുടെ കടും പച്ച. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത തീർത്ഥാടന പാത ഏത് എന്ന ചോദ്യത്തിന് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എരുമേലി വഴിയുള്ള തീർത്ഥാടന യാത്രയാണ്. അതേസമയം കുറച്ചുപേരുടെ മനസ്സിലെങ്കിലും പാണ്ടിത്താവളം പുൽമേട് വഴിയുള്ള ശബരിമല യാത്രയും കടന്നു വരും.
പമ്പയാറിനെ തൊടാതെ നടത്തുന്ന തീർത്ഥാടന യാത്രകൾ ഫലം ചെയ്യില്ലെന്ന വാദങ്ങൾക്കിടയുണ്ടെങ്കിലും പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടന യാത്ര പലരും പരമ്പരാഗത യാത്രയായി തന്നെയാണ് കരുതുന്നത്. ഈ യാത്രയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുമുണ്ട്. പുൽമേടിൽ നിന്ന് നോക്കിയാൽ ശബരിമല തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട 2 പ്രദേശങ്ങൾ ദൃശ്യമാകും. ഒരു വശത്ത് സന്നിധാനവും മറുവശത്ത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടും. ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ചകൾക്ക് പഞ്ഞമേതുമില്ലാത്ത തീർത്ഥാടന യാത്രയാണ് പുല്ലുമേട് വഴിയുള്ള യാത്ര. നിലവിൽ ശബരിമല മുതൽ പമ്പ വരെ മണിക്കൂറുകളോളം ഭക്തർ ക്യൂ നിൽക്കുന്ന സാഹചര്യത്തിൽ പുല്ലുമേട് വഴിയുള്ള യാത്രയ്ക്കും പ്രിയമേറുകയാണ്. യഥാർത്ഥ പ്രകൃതി ഭംഗി എന്താണെന്നറിയണമെങ്കിൽ പുല്ലുമേട് വഴി ഒരു തവണയെങ്കിലും യാത്ര ചെയ്തിരിക്കണം. കയറിയും ഇറങ്ങിയും കിടക്കുന്ന പർവ്വതനിരകളിലൂടെ പ്രകൃതിയെ അറിഞ്ഞുള്ള യാത്ര ഏത് പിരിമുറുക്കത്തിലും മനസ്സിന് ആശ്വാസം പകരും. പൂർണ്ണമായും പെരിയാർ കടുവ സങ്കേതത്തിലൂടെയാണ് പുല്ലുമേട് യാത്ര നടക്കുന്നത്. പമ്പയിൽ എത്താതെ 18ാം പടിയുടെ മുന്നിലെത്താമെന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത. സത്രത്തിൽ നിന്ന് രാവിലെ 7 മണിക്ക് ശേഷമേ പുൽമേട് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടാൻ അധികൃതർ അനുവദിക്കുകയുള്ളൂ. അഴുത ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള സീതക്കുളം മലനിരകളുടെ താഴ്വശത്താണ് സത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവുമുണ്ട്. സത്രത്തിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ഏകദേശം 16 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരം നടന്നു തന്നെ യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ സത്രത്തിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. സത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും താൽക്കാലിക കൗണ്ടറുണ്ട്. നേരത്തെ എടുത്തു വയ്ക്കുന്ന വെർച്വൽ ക്യൂ പാസ് ദേവസ്വം ബോർഡ് കൗണ്ടറിൽ കാണിക്കണം. നേരത്തെ ബുക്ക് ചെയ്യാത്തവർക്ക് വെർച്വൽ ക്യൂ പാസ് എടുക്കുവാനുള്ള സൗകര്യവുമുണ്ട്. സത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചാൽ അടുത്ത ഘട്ടം സീതക്കുളമാണ്. അതുവരെയുള്ള വഴികളിൽ ഇരുവശത്തും വനമാണ്. എന്നാൽ സീതക്കുളം സ്ഥിതി ചെയ്യുന്നത് പുല്ല് നിറഞ്ഞ പ്രദേശത്തും. ഇവിടെ വനം വകുപ്പിൻ്റെ വാച്ച് ടവറുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വേണം സീതക്കുളത്തേക്ക് എത്താൻ. ഇതുവഴി കടന്നു പോകുന്ന അയ്യപ്പ ഭക്തരുടെ ആദ്യ വിശ്രമ സ്ഥലം ഇതാണ്. ഇവിടെ വനം വകുപ്പ് കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ നിരപ്പും ചെറിയ കയറ്റങ്ങളും നിറഞ്ഞ വിശാലമായ പുല്ലുമേടാണ്. സത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നാൽ പുല്ലുമേട്. പുല്ലുമേടിൻ്റെ മുകളിൽ പോലീസ് പരിശോധനയും വനം വകുപ്പിൻ്റെ കടയുമുണ്ട്. ടോക്കനും തീർത്ഥാടകരുടെ എണ്ണവും പോലീസ് പരിശോധിക്കും. വനം വകുപ്പിൻ്റെ കടയിൽ നിന്ന് കഞ്ഞിയും കപ്പയും കഴിക്കാം. കുടിവെള്ളവും ലഭിക്കും. പുല്ലുമേട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമാണ് സന്നിധാനത്തേക്കുള്ളത്. പുൽമേട്ടിൽ നിൽക്കുമ്പോൾ തന്നെ സന്നിധാനവും ആഴിയിൽ നിന്നുയരുന്ന പുകയും കാണാൻ കഴിയും. മകരവിളക്ക് ദിവസമാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ മകരജ്യോതിയും കാണുവാൻ കഴിയും. പുൽമേട്ടിൽ നിന്ന് സന്നിധാനത്തിലേക്ക് പിന്നെ ഇറക്കമാണ്. ഒരു വശത്ത് കൊക്കയും മറുവശത്ത് കാടും കടന്ന ഒറ്റ വരിയായി മുന്നോട്ട് നീങ്ങണം. കഴുതക്കുഴിയും പാണ്ടിത്താവളവും MGR കല്ലുമൊക്കെ ഇവിടുത്തെ സ്ഥലപ്പേരുകളാണ്. ഉരക്കുഴി തീർത്ഥത്തിന് സമീപം എത്തുന്നതോടെ ഇറക്കം കഴിയുന്നു. അവിടെ വീണ്ടും പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാം. പുൽമേട് വഴി എത്തുന്നവർക്ക് പമ്പയിൽ കുളിക്കാൻ കഴിയില്ല. പകരം അവർക്ക് ഉരക്കുഴി തീർത്ഥത്തിൽ കുളിക്കാം. അതിനുശേഷം 18ാം പടിക്ക് മുന്നിലെത്താം. ഇതുവഴിയുള്ള യാത്രയിൽ 3 സ്ഥലങ്ങളിൽ മാത്രമേ കുടിവെള്ളം കിട്ടുകയുള്ളൂ. അതിനാൽ തീർത്ഥാടകർ കുടിവെള്ളം കയ്യിൽ കരുതണം. ഭക്ഷണവും കയ്യിൽ കരുതുന്നത് ഉചിതമാണ്. കാരണം നടന്നു വരേണ്ട 12 കിലോമീറ്ററിനിടയിൽ വനം വകുപ്പിൻ്റെ ഒരു കട മാത്രമാണുള്ളത്. യഥാർത്ഥത്തിൽ കല്ലും മുള്ളും കാലിനുമെത്തിയെന്ന ശരണം വിളിയിൽ നിറയുന്ന യഥാർത്ഥ പാത ഇതാണ്. അത്രത്തോളം ശ്രദ്ധിച്ച് ഓരോ ചുവടും ഈ പാതയിൽ മുന്നോട്ട് വയ്ക്കണം. ഇത്തവണ പുല്ലുമേട് പാതയിൽ പതിവിനേക്കാൾ തിരക്കുണ്ട്. ഇതിനിടയിൽ ഒരു പ്രധാന കാര്യം കൂടി ഓർമ്മിക്കുക. സഞ്ചരിക്കുന്ന പാതയിൽ പ്രധാന വഴിയിൽ നിന്ന് മാറാനോ കുറുക്ക് വഴി തേടാനോ ശ്രമിക്കരുത്. ഉറപ്പായും വഴിതെറ്റും. ഈ പ്രദേശം വന്യജീവി സങ്കേതമാണ്. വന്യജീവികളുടെ ആക്രമണമുണ്ടായേക്കാം. അല്ലെങ്കിൽ അതിക്രമിച്ചു കടന്ന കുറ്റത്തിന് വനം വകുപ്പിൻ്റെ നടപടി നേരിടേണ്ടി വരും.